ഒരു ബാക്ക് ചാനൽ നെഗോസിയേഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ടോ? ഏതെങ്കിലും ഒരു മീഡിയേഷൻ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ? അതല്ല ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും പറയുന്നത് പോലെ ഞങ്ങൾ ലക്ഷ്യം കാണുന്നത് വരെ പോരാടും എന്ന വാക്കുകളാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഗോപി, ഇത്രയും നാള് ഈ വാർത്തയുടെ പിന്നാലെ ഇത് റിപ്പോർട്ട് ചെയ്ത ഒരു പരിചയം വെച്ചിട്ട് പറയാം, ഇവര് ലക്ഷ്യം കാണുന്നിടം വരെ പിന്മാറത്തില്ല. കാരണം ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടത്തില്ല. കാരണം ഈ 2000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ തലവേദന, അണുബോംബുകളെ കാട്ടിലും. അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനോടും പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഈ യുദ്ധം തുടങ്ങി എന്ന് അമേരിക്കൻ ജനതയെ അറിയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും, അമേരിക്കയ്ക്ക് ചില ധീര യോദ്ധാക്കളെ നഷ്ടപ്പെടും. അപ്പൊ ഡൊണാൾഡ് ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ യുദ്ധം അത്ര എളുപ്പത്തിൽ അങ്ങനെ തീരാനായിട്ട് സാധ്യതയില്ല മറ്റേതെങ്കിലും ഒരു അമേരിക്ക ഇടപെട്ട വിഷയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ എതിർവശത്ത് നിൽക്കുന്നത് ഇറാനാണ്. അതുമാത്രമല്ല, ഈ രണ്ടാം റൗണ്ട് ചർച്ചകൾ, അതായത് മൂന്നാം റൗണ്ട് ചർച്ചകൾക്ക് പോകും മുമ്പ് രണ്ടാം റൗണ്ട് ചർച്ചകൾക്ക് ശേഷം സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും തിരിച്ചു വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്റ്റീവ് വിറ്റ്കോഫിനോട് ചോദിച്ചത്, ഇത്രയും നമ്മൾ ചെയ്തിട്ടും അവരെന്താണ് ഒരു ഡീലിലേക്ക് വരാത്തത്? ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്ന ആ ഒറ്റ വിഷയത്തിലാണ് ഈ ഒട്ടും അടുക്കാതെ ഇറാൻ മാറി മാറിപ്പോയത്. ഏറ്റവും ഒടുവിൽ, അതായത് വ്യാഴാഴ്ചത്തെ ചർച്ചകൾക്ക് തൊട്ടു മുമ്പ് ഇവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി തന്നെ പറഞ്ഞതാണ്, അമേരിക്കയ്ക്ക് അവരുടെ പ്രകൃതിവാതക എണ്ണവാതക മേഖലകൾ തുറന്നു കൊടുക്കാം അമേരിക്കൻ കമ്പനിക്ക്. അത് മാത്രമല്ല, വ്യോമയാന മേഖലയിൽ സഹകരിക്കാം, അമേരിക്കയുടെ വിമാനങ്ങൾ വാങ്ങിക്കാം. ഏതാണ്ട് ഈ യുറേനിയം വിദേശ രാജ്യങ്ങളിൽ ഈ എല്ലാവരും കൂടെ സമ്മതിക്കുന്ന ഒരു രാജ്യത്തേക്ക് മാറ്റാം, അത് ബാക്കിയുള്ളത് ഡൈല്യൂട്ട് ചെയ്യിപ്പിക്കാം. ഒരു ലോക്കൽ ബോഡിയെ മോണിറ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് ബാക്കി ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടിയുള്ള യുറേനിയം മാത്രമായിട്ട് അതിനെ പരിമിതപ്പെടുത്താം. ഇത് മാത്രമല്ല, അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ സന്ദർശനം കൂടുതലാക്കാം. ഇത്രയൊക്കെ ഇറാൻ അയഞ്ഞ് വരുമ്പോൾ, എന്നിട്ടും ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യം വരുമ്പോൾ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഏതു വഴിക്ക് പോകുമെന്ന് നമുക്ക് ഈ നിമിഷം പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഗോപി. എന്തുകൊണ്ടാണ് മധു കൊട്ടാരക്കര ഒരു തരത്തിലുമുള്ള നെഗോസിയേഷന് വഴങ്ങേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും എത്തുന്നത്? ഈ ഒരു ആക്രമണം കൊണ്ട് ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കാം എന്ന് അവർ കരുതുന്നത് എന്തുകൊണ്ടാണ്? കാരണം നേരത്തെ ഉണ്ടായതുപോലെയല്ല, ഇത് വളരെ ആസൂത്രിതമായി പൂർണ്ണമായ സജ്ജീകരണത്തോടുകൂടി നടത്തുന്ന ആക്രമണമാണ്. അവിടെ ഒരു നെഗോസിയേഷനും വേണ്ട എന്ന് ഇവർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാകാം? ഇറാനെ ഇല്ലാതാക്കാം എന്നൊരു കണക്കൂട്ടല് ഇസ്രയേലിനോ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോ ഡൊണാൾഡ് ട്രംപിനോ ഇല്ല. അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു ഭരണമാറ്റം, ആ ഭരണമാറ്റം എപ്പോൾ സാധ്യമാകുന്നു ആ സമയത്ത് ഇവർ യുദ്ധം അവസാനിപ്പിക്കും, കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായിരിക്കും നോക്കുന്നത്. കാരണം അമേരിക്കൻ സൈനികർക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുക. അതുകൊണ്ട് തന്നെ ആഭ്യന്തര രീതിയിൽ തന്നെ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് അത് അത്ര നല്ല രീതിയിലായിരിക്കത്തില്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനം ഡൊണാൾഡ് ട്രംപ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭരണമാറ്റം അത് വാഷിംഗ്ടണിൽ ഈ ഷിയ ഭരണകൂടം വരുന്നതിന് മുമ്പുള്ള ഭരണകർത്താവിന്റെ മകനുമായിട്ടും ഒക്കെ ഈ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് തന്നെ സംസാരിക്കുകയും ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഇപ്പൊ യുദ്ധം അവിടെ നടക്കുമ്പോൾ ഗോപികൃഷ്ണൻ നിൽക്കുന്ന കൊച്ചി ഉൾപ്പെടെ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ന്യൂജേഴ്സി ഉൾപ്പെടെ നാളെ മുതൽ ഇത് വലിയ തോതിൽ ബാധിക്കാൻ പോവുകയാണ്. കാര്യം ഹോർമിസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ബാരലിന് ഏതാണ്ട് ക്രൂഡ് ഓയിലിന് ഏതാണ്ട് $100 പോകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഒരു വിലക്കയറ്റം 100% ഉറപ്പാണ്. അത് മാത്രമല്ല, ഇറാൻ ഒരു സൈബർ അറ്റാക്കിന് അമേരിക്കയെ ഒരുപക്ഷെ ലക്ഷ്യമിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വിമാനത്താവളങ്ങൾ, അതുപോലെ ആഭ്യന്തര സജ്ജീകരണങ്ങൾ, ഇതെല്ലാം ഇറാൻ പണ്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ന്യൂയോർക്കിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരമുള്ള സന്ദേശങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്. ഷീൽഡ് അപ്പ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടിയിടത്തെല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധം അവിടെ നടക്കുമ്പോൾ അത് നമ്മൾ കാണുന്ന യുദ്ധത്തിന് അപ്പുറം അത് വ്യാപിക്കുവാനുള്ള സാധ്യതയും വളരെ വലുതാണ്. അത് അമേരിക്കൻ ഭരണകൂടത്തിനും അറിയാം. അതുകൊണ്ട് ഇത് വലിച്ചു നീട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.
മധു കൊട്ടാരക്കർ, ഇതിനകത്ത് ഇപ്പോൾ ഈ രണ്ട് നേതാക്കളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഈ ആക്രമണത്തിനൊരു വലിയ ഇന്ധനമായി മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേലിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ജനത ഒന്നാകെ ആ രാഷ്ട്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കും. അതുകൊണ്ട് ഒരു വൈകാരികമായ ഒരു പിന്തുണ സ്വാഭാവികമായും നെതന്യാഹുവിന് കിട്ടും. അതുപോലെ ചില രാഷ്ട്രീയ ലക്ഷ്യവും ലാഭവും ഒക്കെ ഡൊണാൾഡ് ട്രംപും കണ്ണുവെക്കുന്നുണ്ടല്ലോ അല്ലേ? അമേരിക്കയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപിന് എത്താൻ പറ്റുന്ന പരമാവധിയിൽ എത്തിക്കഴിഞ്ഞു. 2 പ്രാവശ്യമേ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റൂ. തന്നെയല്ല, ഡൊണാൾഡ് ട്രംപിന്റെ പ്രായം കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് നമുക്ക് ഈ സമയം കരുതുവാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരാളല്ല. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരുപക്ഷെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. 2 ടേം ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നു. പക്ഷേ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നയം വെച്ചിട്ട് പോകുന്ന ഒരു നീക്കമായിട്ടായിരിക്കും ഇത് കാണുന്നത്. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഒരുപാട് ഡിബേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു സംയുക്ത ആക്രമണത്തിനായിട്ട് ഈ ഒരു നിർദ്ദേശം കൊടുത്തതെന്നാണ് വ്യക്തമാകുന്നത്. കാര്യം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും അമേരിക്കയുടെ മുകളിൽ ഈ സമ്മർദ്ദമുണ്ട് മറ്റ് ഈ പറയുന്ന രാജ്യങ്ങളെ ആക്രമിക്കുവാൻ. അവിടെയെല്ലാം അമേരിക്ക ഒരു ന്യൂട്രൽ ലൈനാണ് എടുത്തത്. അത് മാറി മാറി വരുന്ന ഭരണാധിപന്മാരായ പോലും ഈ ഒരു നയമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഒരു സംയുക്ത ആക്രമണം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ മാറി വരുന്ന ലോകക്രമത്തിൽ ഇറാന്റെ കയ്യിൽ ഒരു ആണവായുധം എത്തുന്നത് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അമേരിക്കയ്ക്കാണ്. ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അമേരിക്കയ്ക്ക് അത് സമ്മാനിക്കുന്നതെന്നിൽ യാതൊരു സംശയവുമില്ല. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ സമയത്ത് തന്നെ ഡൊണാൾഡ് ട്രംപിനെ നേരെ നടന്ന ഒരു വധശ്രമം നമ്മൾ കണ്ടതാണ്. അത് ഇറാൻ അല്ലായിരുന്നെങ്കിൽ പോലും ആ യോഗത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വധശ്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിംഗ് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ കണ്ണിലെ കരടാണ് ഡൊണാൾഡ് ട്രംപ് എല്ലാ കാലത്തും. ഗോപി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.